ഓം ശാന്തി. എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. ഒരു പുതുവർഷം എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണം, എനിക്ക് അങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഇത് ചെയ്യണം, അത് ചെയ്യണം, ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ഞാൻ ഓർമ്മിക്കും, ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് +2 ഓർക്കുന്നു, ഓൺ ഗുഡ് റെസൊല്യൂഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് എസ്സേസിൽ എനിക്കൊരു എസ്സേ പഠിക്കാൻ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും പുതുവർഷത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുകയും ആദ്യത്തെ ഒരാഴ്ച ജിമ്മിന് പോകണമെന്നായിരിക്കാം, സംഗീതം പഠിക്കാൻ പോകണമെന്നായിരിക്കാം, ഞാൻ നന്നായിട്ട് നേരത്തെ എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കാം, കൃത്യമായിട്ട് എൻ്റെ കാര്യങ്ങളിലൊക്കെ ഞാൻ ചിട്ട കൊണ്ടുവരുന്നതായിരിക്കാം, പല കാര്യങ്ങളും ചെയ്യും. അത് കഴിഞ്ഞ ശേഷം ഒരാഴ്ച കഴിയുമ്പോൾ കുറച്ച് ഗ്യാപ്പ്, 2 ആഴ്ച കഴിയുമ്പോൾ ആഴ്ചയിൽ 1-2 ദിവസം ചെയ്യും, പിന്നെ ഒരാഴ്ച ഒരു ദിവസം ചെയ്യുന്നതാവും. അന്നൊക്കെ ഞാൻ നന്നായി തുടങ്ങിയതായിരുന്നു. അപ്പം അതൊക്കെ അങ്ങ് പോയി എന്ന് ജനുവരി മാസം കഴിയുന്നതോടെ ന്യൂ ഇയറിൻ്റെ എൻത്യൂസിയാസം കഴിയുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, ന്യൂ ഇയർ നല്ലത് തന്നെ. പക്ഷെ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എന്നും ഒരു പുതിയ ദിവസം ഒരു ന്യൂ തന്നെയല്ലേ. ഞാൻ ഒരു ദിവസത്തെ മാത്രം ന്യൂ ഇയർ ആയി കാണാറില്ല. എന്നും എൻ്റെ ജീവിതത്തിലെ പുതിയ പുതിയ ദിവസങ്ങളാണെന്ന്. എന്നും കണ്ണു തുറക്കുമ്പോൾ ഞാൻ ഭഗവാനോട് പറയാറുണ്ട്, ഈശ്വര, ഇന്ന് വീണ്ടും ഒരു പുതിയ ദിവസം നീ എനിക്ക് തന്നു, താങ്ക്സ്. കണ്ണ് തുറന്നാൽ ആദ്യം ഞാൻ ഭഗവാന്റെ അടുത്ത് പറയാറ് താങ്ക്സ് എന്നാണ്. കാരണം ഒരു പുതിയ ജീവിതം, ഇന്നത്തെ ഒരു പുതിയ ദിവസം എനിക്ക് തന്നു. അതുകൊണ്ട് എന്നും പുതിയ ദിവസങ്ങളാണ്, എന്നും പുതിയ കാര്യങ്ങളാണ്. ചെയ്യുന്നതിൽ ഒന്നിലും ഒരു തോന്നാറില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനായിട്ട് ഇന്ന് ഒരു പുതിയ ദിവസം തന്നെയാണ്. അതുകൊണ്ട് ഇന്നത്തെ പ്ലാനിങ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. പിറ്റേ ദിവസം രാത്രിയിൽ ഉറങ്ങുമ്പോൾ നാളത്തേക്ക് വേണ്ടി പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ എന്നാലും രാവിലെ ഉണരുമ്പോഴായിരിക്കും ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. അതുകൂടി അതിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ പ്ലാനിങ് എന്നും പുതിയതായിട്ട് പ്ലാൻ ചെയ്യും. എന്നും ആ പ്ലാൻ ചെയ്യാൻ വേണ്ടതായിട്ടുള്ള ഊർജം ഭഗവാൻ സ്വീകരിക്കുകയും അതിന് വേണ്ടതായിട്ടുള്ള വിഷ്വലൈസേഷൻ ചെയ്യുകയും പോസിറ്റീവായിട്ടുള്ള സ്റ്റഡി നടത്തുകയും നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ട കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നും പുതുവർഷമായിരിക്കും, എന്നും ലൈഫിൽ പുതുമയായിരിക്കും, എന്നും ഹാപ്പിനെസ് ആയിരിക്കും. പുതുവർഷം = ഹാപ്പിനെസ്. ഹാപ്പി ന്യൂ ഇയർ എന്നല്ലേ നമ്മൾ പറയുക തന്നെ ചെയ്യുക. എന്ന് വെച്ചാൽ അർത്ഥം നിങ്ങൾക്ക് പുതുവർഷത്തിലെ ഹാപ്പിനെസ് ആണ്. അതുകൊണ്ട് ജീവിതം എന്നും നിങ്ങൾക്ക് ഹാപ്പി ആവാൻ വേണ്ടി, എന്നും പുതുവർഷം ആവാൻ വേണ്ടി, എന്നും പുതിയ പ്ലാനിങ്, എല്ലാ ദിവസത്തേക്ക് വേണ്ടി പ്രഭാതത്തിൽ ഉണരൂ, ഭഗവാന്റെ ദൃഷ്ടിയെടുക്കൂ, ഈശ്വരൻ്റെ അടുത്തുള്ളതായിട്ടുള്ള വൈബ്രേഷൻ എടുക്കൂ, ഈശ്വരനെ കണി കണ്ട് ഭഗവാനോട് താങ്ക്സ് പറഞ്ഞ് ഒരു ദിവസം ആരംഭിച്ച് നിങ്ങളുടെ ദിവസം പ്ലാൻ ചെയ്താൽ എന്നും നിങ്ങൾക്ക് പുതുവർഷമായിരിക്കും. ആലസ്യം, മടി കൂടാതെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ട യാത്ര ഈസിയായി മുന്നോട്ട് പോകാൻ ഈ പുതുവർഷം തൊട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.